വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചീങ്ങേരി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലല്ല, ഏറ്റവും ടോപ്പ് ഇതാ ആ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് സെൻറ്ററിൽ നമ്മളിപ്പോൾ കയറി അവിടെ നിന്ന് കയറാൻ തുടങ്ങിയതാണ്. അവിടെ നിന്ന് കയറി ഇവിടെ എത്തി. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടൂർ ഗൈഡാണ്, വയനാട് ടൂർ ഗൈഡ്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒരു 4 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ഇന്ന് വയനാട് മൊത്തം ചുറ്റിക്കറക്കലാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പോൾ ഇൻസ്റ്റയിൽ നമുക്ക് ഒരുപാട് എൻക്വയറികൾ വരുന്നുണ്ട്. വയനാട്ടിൽ ഏതൊക്കെ പ്ലേസാണ് ഓപ്പൺ, ഏതൊക്കെ പ്ലേസാണ് ക്ലോസ്, ഏതൊക്കെയാണ് ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റുകയെന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തം കാണുകയാണെങ്കിൽ ഒരു ദിവസം എങ്ങനെ വയനാട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ഇതാണ്. ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനായി കവർ ചെയ്ത് ഇന്ന് മൊത്തം ചിൽപ്പൊളിയായിരിക്കും. അപ്പോൾ വയനാട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. It's really awesome place. You can stay here. The night will stay here, yeah. Guys. Because we don't need any tent. ഹെവി ട്രെക്കിംഗ് ആട്ടോ. നല്ല സ്റ്റാമിന ഉള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കൂടെയുള്ള 3 പേര് ഇതാ അവിടെ ഇരിക്കുന്നു. ഒരാൾ മാത്രമാണ് നദീം ബ്രോ, ഞങ്ങളുടെ ക്രേസി ഹോളിഡേയ്സിൻ്റെ മാനേജറായിരുന്നു. പുള്ളി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. ഫൺ സ്റ്റഫ് ഹോളിഡേയ്സ്. ഹി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ട്രാവൽ ഏജൻസി, ഫൺ സ്റ്റഫ് ഹോളിഡേയ്സ്. അപ്പോൾ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലേക്കോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അതാ കയറ്റം നോക്ക് എന്ത് ഹെവിയാണെന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഞങ്ങൾ 2 പേര് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് വന്നത് കേട്ടോ. ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർക്ക് ടയർഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇത് ചീങ്ങേരി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വയനാട്ടിൽ ഇപ്പോൾ ട്രെക്ക് ചെയ്ത് കയറാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളിലൊന്നാണ് ഈ ചീങ്ങേരി ഹിൽസ്. അതുകൂടാണ്ട് നമുക്ക് വയനാട്ടിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ഫാൻഡർ ലോക്ക്. നമുക്കത് അവിടെ നോക്കിയാൽ കാണാം ഫാൻഡർ ലോക്ക്. പിന്നെ അത് അങ്ങോട്ട് കാണുന്നത് അത് അവിടെ ആറാട്ടുപാറ, അവിടെയും നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഹിൽസ് ഉണ്ട്, പക്ഷേ അത് മിസ്റ്റായിട്ട് ഇപ്പോൾ ക്യാമറയിൽ കാണുന്നില്ല, നമുക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അത് കുളകപ്പാറ. ഈ 4 പ്ലേസുകളാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് പോകാൻ പറ്റിയത്. പിന്നെ നമുക്ക് പോകാൻ പറ്റിയ മറ്റൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് മഞ്ഞപ്പാറ ഹിൽസ്. നമുക്കിതാ അവിടെ കാണുന്ന ഹിൽസാണ് മഞ്ഞപ്പാറ ഹിൽസ്. ഇപ്പോൾ അധികം ട്രെക്ക് ചെയ്യാനൊന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ആ മഞ്ഞപ്പാറ ഹിൽസ് സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. അത് വണ്ടി നമുക്ക് അതിൻ്റെ താഴെ വരെ പോകും. ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ അല്ല ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വയനാട്ടിൽ ഓപ്പണായിട്ട് ഈ ഒരു ഏരിയയിലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ട്രെക്കിംഗ് സ്പോട്ട് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫാൻഡർ റോക്ക് വിസിറ്റ് ചെയ്യാം. ഇതാണ് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ. കാരണം എല്ലാ ഡെസ്റ്റിനേഷനും നമുക്ക് പോയിട്ട് കാര്യമില്ല, കാരണം ഒരേ വ്യൂ ആയിരിക്കും എല്ലായിടത്തുനിന്നും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക, പിന്നെ ഫാൻഡർ റോക്ക് പോവുക. ഇതാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പോയിട്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഡിസൈഡ് ചെയ്തിട്ടില്ല. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം, എന്നിട്ട് പോകാം തകർക്കാം. ഇന്ന് ഫുള്ള് നമ്മൾ അടിച്ചുപൊളിയാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചീങ്ങേരി മല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റിയ 2 സ്ഥലം, ഒന്ന് ഫാൻഡർ റോക്കും പിന്നെ ഒന്ന് കടുവകുഴിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ആനക്കുണ്ട് വാട്ടർഫാൾ. ഇവിടെ വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത് പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നെല്ലാറച്ചാലയാണ്. ഈ 3 ഡെസ്റ്റിനേഷനാണ് ഇന്നത്തെ നമ്മുടെ പോയിന്റുകൾ. അപ്പോൾ ആര് വരികയാണെങ്കിലും ഈ 3 പോയിന്റുകൾ കവർ ചെയ്യാം. അതിൻ്റെ കൂടെ ഫാൻഡർ റോക്കോ കടുവകുഴിയോ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഒരു ദിവസത്തെ ടൂർ പ്ലാൻ നിങ്ങൾക്ക് വയനാട് അടിച്ച് പൊളിക്കാം. ഒരുവിധം എല്ലാ രീതിയിലുള്ള ട്രെക്കിംഗ് ഉണ്ട്. സൺറൈസ് കാണാം, മിസ്റ്റ് കാണാം, ട്രെക്കിംഗ് ഉണ്ട്,
പിന്നെ വാട്ടർഫാൾ ഉണ്ട്, ചെറിയൊരു ഫോറസ്റ്റ് ക്ലൈമ്പിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ സൺസെറ്റ് കാണാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ കൂടി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ. നമ്മൾ മല ഇറങ്ങി വന്നിട്ട് പിന്നെ നമുക്ക് പോകാൻ പറ്റിയ 2 ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫാൻഡർ റോക്കും പിന്നെ ഒന്ന് കടുവകുഴിയായിരുന്നു. അപ്പോൾ നമ്മൾ അത് രണ്ടും പോയില്ല, കാരണം ഇവർക്ക് റൂമിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് ഇവർ നേരെ റൂമിലേക്ക് പോയി. ഞാൻ വീട്ടിൽ പോയി ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് വന്നു. അങ്ങനെ നമ്മൾ ഇത് രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായി വന്നു. അവിടെ പോവുകയാണെങ്കിൽ നമുക്കിതൊരു 3ാമത്തെ ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് മാറ്റാം. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് 5 മണി ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഒരു സൺസെറ്റ് കണ്ടാലോ എന്നുള്ളൊരു പ്ലാൻ. അപ്പോൾ നമുക്ക് നെല്ലാറച്ചാല എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അതൊരു ഹിഡൻ സ്പോട്ടാണ്, കാരാപ്പുഴ ഡാമിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് സൺസെറ്റൊക്കെ കാണാം, അടിപൊളിയാക്കാം.